ബഹുമാനപ്പെട്ട സഹകരിയിലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് സ്കിൽസ് ഇന്ന് ഏർപ്പാട് ചെയ്ത വെബിനാറിൽ പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചിരുന്നു. റേഞ്ചിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്ക് അതിൽ ശരിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് രാത്രി തന്നെ ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഇന്നത്തെ ടോപ്പിക്കാണ്. ഇതേക്കുറിച്ചിട്ടുണ്ടാണ് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഇപ്പോൾ സബ്മിഷൻ ചെയ്യുന്നത്. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 2020 ഓർഡിനൻസ് 3 സ്ഥാപനങ്ങളെയാണ്, 3 കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളെയാണ് ബാധിക്കുന്നത്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, PCARDB, PACS. അപ്പോൾ അർബൻ ബാങ്ക്, PCARDB ഈ 2 സ്ഥാപനങ്ങളെ കുറിച്ചിട്ടുണ്ടാണ് ഏതൊരു ഡിസ്പ്യൂട്ടും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ 2 സ്ഥാപനത്തെ കുറിച്ചിട്ട് ഒന്നും പറയില്ല. PACS കേരളത്തിലുള്ള സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് കുറിച്ചിട്ട് മാത്രമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് പ്രസംഗിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ശിവദാസൻ നായർ സർ പാക്സ് കുറിച്ചിട്ടുണ്ടാണ് അഭിപ്രായങ്ങൾ ഞാൻ 100% ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. മാറ്റ അഭിപ്രായം ഒന്നുമില്ല. അതിനുശേഷം സംസാരിച്ച ബാബു സാർ, പിന്നെ അഡ്വക്കേറ്റ് അരുൺ രാജ് സാർ, അതിനുശേഷം ജാക്കബ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് സാർ, ഇവരെല്ലാം സംസാരിച്ച വിഷയങ്ങൾ, ടാക്സ് കുറിച്ചിട്ടുള്ള വിഷയങ്ങൾ, അതിൽ ഏതോ ഒരു മാറ്റ അഭിപ്രായം എനിക്കില്ല. അപ്പോൾ ഇന്നത്തെ പ്രസന്റേഷനിൽ വന്ന് രാധാകൃഷ്ണൻ സാർ പറഞ്ഞ വിഷയങ്ങളിലാണ് എനിക്ക് മാറ്റ അഭിപ്രായം ഉണ്ട്. ആദ്യമായിട്ട് സെക്ഷൻ 3, നേരത്തെ ഉള്ള സെക്ഷൻ 3 കുറിച്ചിട്ട് വന്ന് രാധാകൃഷ്ണൻ സാർ പറഞ്ഞതാണ്. ശരിക്കും ഈ സെക്ഷൻ 3 എന്താ പറയുന്നത്? നത്തിങ് ഇൻ ദിസ് ആക്ട് ഷാൽ അപ്ലൈ ടു എ PACS, എ കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് ആൻഡ് എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സെപ്റ്റ് ഇൻ ദ മാനർ ആൻഡ് ടു ദ എക്സ്റ്റെന്റ് സ്പെസിഫൈഡ് ഇൻ പാർട്ട് 5. അപ്പോൾ രാധാകൃഷ്ണൻ സാറിന്റെ വ്യൂ എന്താന്ന് പറഞ്ഞാൽ, ഈ എക്സെപ്റ്റ് ഇൻ ദ മാനർ ആൻഡ് ടു ദ എക്സ്റ്റെന്റ് സ്പെസിഫൈഡ് ഇൻ പാർട്ട് 5 ഉണ്ടല്ലോ, ഇത് മൂന്നാമത് പറഞ്ഞ് എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മാത്രമാണ് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും വന്ന് അത് എനിക്ക് മാറ്റ അഭിപ്രായമാണ്. കാരണം എന്താ പറഞ്ഞാൽ, ഈ എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ശേഷം ഒന്ന് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം, കമ ഉണ്ട്. കമ, ആ കമ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് വന്ന് സെന്റൻസ് മുഴുവൻ വായിക്കാം. അപ്പൊ അവിടെ കമ വയ്ക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ, ഈ സെക്ഷനിൽ വന്ന് 3 ഐറ്റംസ് ഉണ്ട്. 1 PACS, കമ 2 എ കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക്, പിന്നെ ആൻഡ് മൂന്നാമത് സ്ഥാപനം എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി, പിന്നെ അതിനുശേഷം കമ. അപ്പൊ അവിടെ കമ വന്നത് കൊണ്ടാണ് ഇനി ഇവരെ വിഷയങ്ങൾ എല്ലാം 3 സ്ഥാപനങ്ങൾക്കും അപ്ലിക്കബിൾ ആണ്. അപ്പൊ എക്സെപ്റ്റ് ഇൻ ദ മാനർ ആൻഡ് ടു ദ എക്സ്റ്റെന്റ് സ്പെസിഫൈഡ് ഇൻ പാർട്ട് 5 പറഞ്ഞാൽ പാർട്ട് 5 വന്ന് അപ്ലിക്കബിൾ ടു ഓൾ ദ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആ 3 മോളിൽ പറഞ്ഞ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസിനും വന്ന് അത് അപ്ലിക്കബിൾ ആണ്. പിന്നെ അടുത്തത് വന്ന് സെക്ഷൻ 269SS, പിന്നെ 269T, പിന്നെ 269ST ഇൻകം ടാക്സ് കുറിച്ചിട്ടുണ്ടാണ് രാധാകൃഷ്ണൻ സാറിന്റെ അഭിപ്രായമാണ്. അതിൽ വന്ന് 269SS ഡെപ്പോസിറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നല്ലോ, ആ പ്രൊവിഷനാണ്. 20,000 അല്ലെങ്കിൽ അതിന്റെ മുകളിലെ ഡെപ്പോസിറ്റുകൾ ക്യാഷിൽ സ്വീകരിക്കാൻ പാടില്ല. പിന്നെ 269T വന്ന് ലോണല്ല, വായ്പ ഇല്ല, നമ്മൾ വാങ്ങിച്ച ഡെപ്പോസിറ്റ് നമ്മൾ തിരിച്ചു തരണമല്ലോ, ഡെപ്പോസിറ്റ് റീപേയ്മെന്റ്. 20,000 അല്ലെങ്കിൽ അതിന്റെ മുകളിലെ വന്നാൽ അത് ക്യാഷിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ 269SS-ഉം 269T-യും ഇത് രണ്ടും ഡെപ്പോസിറ്റ് കുറിച്ചിട്ടാണ് പറയുന്നത്, വായ്പ ഇവിടെ വന്നിട്ടില്ല. പിന്നെ 269ST എന്താ പറയുന്നത് അറിയോ? അതായത് ഡെപ്പോസിറ്റ് അല്ലാതെ മറ്റേ ട്രാൻസാക്ഷൻസ്. അപ്പോൾ എന്താണ് വായ്പ? അപ്പോൾ ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് 2 ലക്ഷം അല്ലെങ്കിൽ അതിന്റെ മുകളിലെ വായ്പ തന്നു കഴിഞ്ഞാൽ അത് ക്യാഷിൽ കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ റെസിപ്പിയന്റ്, ആരാണ് റെസിപ്പിയന്റ്, അവർക്കാണ് പ്രശ്നം. അതുപോലെ ആ പൈസ വന്ന് കസ്റ്റമർ വന്ന് തിരിച്ച് ബാങ്കിലേക്ക് തരുമ്പോൾ 2 ലക്ഷം അല്ലെങ്കിൽ അതിന്റെ മുകളിൽ റിസീവ് ചെയ്താൽ സർവീസ് ബാങ്കിന് പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില ക്ലാരിഫിക്കേഷൻസ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്. പിന്നെ എൻ്റെ
ഒപ്പീനിയൻ, ഈ ഓർഡിനൻസ് കുറിച്ചിട്ടുണ്ടാണ് എന്റെ ഒപ്പീനിയൻ. ശരിക്കും ഈ ഓർഡിനൻസ് വന്നത് വന്ന് എന്റെ അഭിപ്രായത്തിൽ കേരളത്തിലുള്ള സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഫേവർ ചെയ്തിട്ടുണ്ടാണ് ഞാൻ പറയും. നിങ്ങളെല്ലാവരും ഷോക്കാവും അതെങ്ങനെയാണ് ഫേവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയ കമ്പാരിസൺ ഇവിടെ ആവശ്യമാണ്. അതായത് എക്സിസ്റ്റിംഗ് BR ആക്ടിലെ നമുക്ക് എന്താ പ്രൊവിഷൻ ഉണ്ട്, പുതിയ ഓർഡിനൻസിൽ എന്താ പ്രൊവിഷൻ ഉണ്ട്, നമ്മൾ ഒന്ന് കമ്പാരിസൺ ചെയ്യാം. എക്സിസ്റ്റിംഗ് BR ആക്ടിലെ വന്ന് എന്താ പറയുന്നത്, നത്തിങ് ഓഫ് ദ പ്രൊവിഷൻ കണ്ടെയ്ൻ ഇൻ BR ആക്ട് ഈസ് അപ്ലിക്കബിൾ ടു ടാക്സ് എന്ന് പറയുന്നത്, ബട്ട് എക്സെപ്റ്റ് വാട്ട് ഈസ് സെഡ് ഇൻ പാർട്ട് 5. അപ്പൊ പാർട്ട് 5 എന്തെന്താ പറയുന്നത് പറഞ്ഞാൽ, പാർട്ട് 5 വന്ന് സെക്ഷൻ 7 no cooperative society other than cooperative bank shall use the word bank. അപ്പോ PACSകൾ ബാങ്കിന് പേര് ഉപയോഗിക്കാൻ പാടില്ല. സെക്ഷൻ 7 പാർട്ട് 5 കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, സെക്ഷൻ 22 no society shall do banking business without license. ലൈസൻസ് ഇല്ലാതെ ഏതോ ഒരു സ്ഥാപനങ്ങളും ബാങ്കിങ് ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഇത് നിയമത്തിൽ എക്സിസ്റ്റിംഗ് നിയമത്തിലെയാണ്. അപ്പോൾ പാർട്ട് 5 PACSകൾക്ക് അപ്ലിക്കബിൾ പറഞ്ഞാൽ ഈ സെക്ഷൻ 7ഉം PACS അപ്ലിക്കബിൾ ആണ്, സെക്ഷൻ 22ഉം PACSകൾക്ക് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ബുദ്ധിമുട്ടാണ്. പുതിയ ഓർഡിനൻസ് എന്താ പറയുന്നത്, PACSകൾ ബാങ്കിന് പേര് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലുള്ള ഏതോ ഒരു പ്രൊവിഷനും അപ്ലിക്കബിൾ അല്ല. അഡ്വക്കേറ്റ് അരുൺ രാജ് സാർ പറഞ്ഞ ഓരോ വിഷയങ്ങളും വളരെ ക്ലിയർ ആണ്. ഇപ്പോൾ ബാങ്കുകൾ PACSകൾ ബാങ്കിന് പേര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് അപ്ലിക്കബിൾ ആണ്. ബാങ്കിന് പേര് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് BR ആക്ട് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഈ സെക്ഷൻ 3 ഇപ്പോൾ അമെൻമെന്റ് വന്നല്ലോ, ഇതിൽ വന്ന് സെമിക്കോളൻ കുറിച്ചിട്ടും സൊസൈറ്റീസ് കൊടുത്തിട്ടുള്ളതിനെ കുറിച്ചിട്ടും പിന്നെ ഓർ ആൻഡ് കുറിച്ചിട്ടും കുറേ സംശയങ്ങളാണ്. ഇതിലും വന്ന് ഞാൻ പറഞ്ഞ പല വിഷയങ്ങൾ വന്ന് ഞാൻ പറയാൻ പോകുന്ന പല വിഷയങ്ങൾ വന്ന് അഡ്വക്കേറ്റ് അരുൺ രാജ് സാർ വന്ന് പറഞ്ഞു കഴിയും. അത് ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അതായത് ഈ സെക്ഷൻ പുതിയ അമെൻമെന്റിൽ വന്ന് നബാർഡ് ആക്ടും കൂടി നമ്മൾ റെഫർ ചെയ്യാൻ ആവശ്യമാണ്. നബാർഡ് ആക്ട് PACS കുറിച്ചിട്ട് എന്താ പറയുന്നത് പറഞ്ഞാൽ, നമുക്ക് സെക്ഷൻ 2N നബാർഡ് ആക്ട്, സെക്ഷൻ 2N നബാർഡ് ആക്ട്, അതായത് PACS ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല, ഒരു കോമൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രൈമറി റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി പറഞ്ഞിട്ടുണ്ട്. പ്രൈമറി റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി പറഞ്ഞാൽ ഏത് പേരിലെ നമ്മുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്താലും, ഒരു പ്രൈമറി സ്ഥാപനം രജിസ്റ്റർ ചെയ്താലും അവരുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഏതായിരിക്കണം, ഫൈനാൻഷ്യൽ അക്കോമഡേഷൻ ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ അഗ്രികൾച്ചർ or agriculture operation or for marketing or for rural development. ശരിക്കും ഇത് വന്ന് നമ്മുടെ ബിസിനസ്സുകളെ ശരിക്കും വൈഡർ ആയിട്ടാണ് ശരിക്കും ഇത് കവർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, പ്രൈമറി വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല, പ്രിൻസിപ്പൽ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് നബാർഡ് ആക്ടിലുള്ള ഈ പ്രൈമറി റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി പറഞ്ഞ ഡെഫിനേഷൻ വന്ന് നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ്, വളരെ ഒരു പ്രശ്നമില്ല. ശരി, നമുക്ക് BR ആക്ടിലെ നമ്മളെ കുറിച്ചിട്ട് എന്താണ് ടാക്സ് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, BR ആക്ടിലെ വന്ന് സെക്ഷൻ 5CC4 വന്ന് PACS എന്ന് പറഞ്ഞാൽ പ്രൈമറി ഒബ്ജക്ട് ഓർ പ്രിൻസിപ്പൽ ബിസിനസ് എന്താണ്, ഫൈനാൻഷ്യൽ അക്കോമഡേഷൻ ടു മെമ്പേഴ്സ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ് ഓർ പർപ്പസസ് കണക്റ്റഡ് വിത്ത് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. അപ്പൊ ശരിക്കും നബാർഡ് ആക്ട് നമുക്ക് റിലവൻസ് വന്നാലും നമുക്ക് ഒരു പ്രശ്നമില്ല. ക്രെഡിറ്റ് കുറിച്ചിട്ടാണ് പറയുന്നത്, അഗ്രികൾച്ചർ ക്രെഡിറ്റ് കുറിച്ചിട്ടാണ് പറയുന്നത്, മെമ്പറെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് ഒരു ഇഷ്യൂ ഇല്ല. അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയിട്ട് മറ്റൊരു വിഷയങ്ങൾ കിടക്കുന്നത്. സെക്ഷൻ 3 മാറ്റങ്ങൾ വന്നെന്ന് പറയുന്നല്ലോ, അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ, BR ആക്ട് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു ടാക്സ് വിത്ത് എ കണ്ടീഷൻ. കണ്ടീഷൻ പറയുന്നു. എന്താ കണ്ടീഷൻ? Condition is they should not use the word bank. So PACSകൾ സർവീസ് ബാങ്കുകൾ ബാങ്കിന്റെ പേര് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ സെക്ഷൻ 3 പറഞ്ഞ BR ആക്ട് ഈസ് നോട്ട് അപ്ലിക്കബിൾ, നമ്മൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക. സെക്കൻഡ്, സിൻസ് ഓർ എന്ന് പറഞ്ഞ ഒരു വേർഡ് അവിടെ കൊടുത്തത് കൊണ്ട്, അതായത് PACS ഓർ PC ലാൻഡ് മോർഗേജ് ബാങ്കിന് പറയുന്നത്, ഓർ അവിടെ പറയുന്നത്.
അപ്പൊ ഓർ എന്ന് പറഞ്ഞത് കൊണ്ട് എ ബി അതിന് ശേഷം ലാസ്റ്റ് പാരഗ്രാഫിലെ ഇഫ് സച്ച് സൊസൈറ്റി സിംഗുലറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സിംഗുലറിൽ കൊടുത്തത് കൊണ്ട് അത് തെറ്റല്ല. സിംഗുലറിൽ കൊടുത്തത് കൊണ്ട് അത് താഴെയുള്ള സെക്കൻഡ് ലാൻഡ് മോർഗേജ് ബാങ്ക്സ് മാത്രമാണ് അത് അപ്ലിക്കബിൾ നമ്മൾ വിചാരിച്ചാൽ അത് തെറ്റാണ്. അവിടെ സൊസൈറ്റീസിന് പ്ലൂറലിൽ കൊടുക്കാൻ ആവശ്യമില്ല. കാരണം ഓറിന് അവിടെ വന്നതുകൊണ്ടാണ്. ആർക്ക് പകരം എ എൻ ഡി ആൻഡ് വന്നിരുന്നാൽ നമ്മൾ സൊസൈറ്റീസിന് അവിടെ പറയാം. ബട്ട് ഓർ വന്നത് കൊണ്ട് അവിടെ സൊസൈറ്റി മാത്രം പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഈ സൊസൈറ്റി പറഞ്ഞത് PCRDBക്ക് മാത്രമാണ് നമ്മൾ വിചാരിച്ചത് തെറ്റാണ്. അടുത്തത് സെമിക്കോളനെ കുറിച്ചുകൊണ്ടാണ് ഒരു വിഷയം. ആദ്യം എന്തുകൊണ്ടാണ് നമ്മൾ സെമിക്കോളൻ ഉപയോഗിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സെമിക്കോളൻ നമ്മൾ ഉപയോഗിക്കാൻ കാരണം ദ മോസ്റ്റ് കോമൺ യൂസ് ഓഫ് സെമിക്കോളൻ ഈസ് ടു ജോയിൻ ടു ഇൻഡിപെൻഡന്റ് ക്ലോസ്. രണ്ട് ക്ലോസ് ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് സെമിക്കോളൻ. സെമിക്കോളൻ പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് അല്ല. സെമിക്കോളൻ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പോ BR ആക്ട് PACSകൾക്ക് ബാധകമല്ല, അങ്ങനെ നമ്മൾ തീരുമാനിക്കുക. ബട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ടില്ല, അവിടെ സെമിക്കോളൻ കൊടുത്തിട്ടുണ്ട്. സെമിക്കോളൻ പറഞ്ഞാൽ നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞത്, രണ്ട് ക്ലോസ് കമ്പൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഈ സെമിക്കോളൻ. ദാറ്റ് മീൻസ് സെമിക്കോളൻ ഉള്ളത് കൊണ്ട് അത് മുകളിലെ PACS എന്ന് പറഞ്ഞാൽ വേറെയാണ്, PCRDB പറഞ്ഞാൽ അത് വേറെയാണ്. അതുകൊണ്ട് മൂന്നാമത് സെന്റൻസ്, അതായത് ഇഫ് സച്ച് സൊസൈറ്റി എന്ന് പറഞ്ഞ വിഷയം PCRDBക്ക് മാത്രം നമ്മൾ പറഞ്ഞാൽ അതും എനിക്ക് മാത്രം അഭിപ്രായമാണ്. അടുത്തത് ഓപ്ഷൻ ഉണ്ട്. ഈ ഓർഡിനൻസ് വന്നത് കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? സെക്ഷൻ 4 ഓഫ് ദ BR ആക്ട് എന്താ പറയുന്നത്, നമുക്ക് ഈ നിയമത്തെ കുറച്ചുകൂടി പോസ്റ്റ്പോൺ ചെയ്യാം. ഈ സെക്ഷൻ കുറച്ചുകൂടി പോസ്റ്റ്പോൺ ചെയ്യാം. എങ്ങനെ പറഞ്ഞാൽ 60 ദിവസം മുതൽ 1 വർഷം വരെ മാക്സിമം ഈ പ്രൊവിഷൻ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുക. RBI അപ്രോച്ച് ചെയ്തിട്ട് RBI സെൻട്രൽ ഗവൺമെന്റ് എടുത്ത് പറഞ്ഞ് അഫീഷ്യൽ ഗസറ്റിൽ 60 ദിവസമോ അല്ലെങ്കിൽ 6 മാസമോ സമയം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും. സോ സമയത്തെ നീട്ടിക്കാം സെക്ഷൻ 4 പ്രകാരം. രണ്ടാമത് സെക്ഷൻ 53 എന്താ പറയുന്നത്, നമ്മളുടെ സ്ഥാപനത്തെ എക്സംപ്ഷൻ ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റ് അധികാരമുണ്ട്. അഫീഷ്യൽ ഗസറ്റിൽ ചേർത്തിട്ട് RBI ആണ് റെക്കമെൻഡ് ചെയ്യണം. അപ്പോ ഇത് 100% സാധ്യത ഇല്ല. കേരളത്തിലുള്ള PACSകൾക്ക് മാത്രം ഒരു സ്പെഷ്യൽ എക്സംഷൻ നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ വിചാരിക്കേണ്ട. അപ്പൊ അതുകൊണ്ട് 53 നമുക്ക് എന്താ പറയുക പ്രൊവിഷൻ ഇരുന്നാലും അത് നമുക്ക്. അടുത്തത് ജേക്കബ് സാർ പറഞ്ഞ ഒരു വിഷയമാണ്. ജേക്കബ് സാർ പറഞ്ഞ ടാക്സ് കുറിച്ചിട്ടുണ്ടാണ് BR ആക്ടിന്റെ ഏതൊരു പ്രൊവിഷനുക്കും മാത്രം അഭിപ്രായം എനിക്കില്ല. ഇൻകം ടാക്സ് TDS കുറിച്ചിട്ട് ഒരു വിഷയം പറഞ്ഞു. അതായത് PACSകളെ മെമ്പർമാർക്ക് ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ TDS പിടിക്കണം പറഞ്ഞിട്ട് ശരിക്കും സെക്ഷൻ 194A സെക്ഷൻ 194A(3)(7)A ഈ സെക്ഷൻ എന്താ പറയുന്നത്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓർ ക്രെഡിറ്റഡ് ബൈ എ PACS ഈസ് എക്സംപ്റ്റഡ് ഫ്രം TDS. ഇപ്പൊ സാറ് പറഞ്ഞ സെക്ഷൻ 194A(3)(5) അതിലെയാണ് മെമ്പർമാർക്ക് നിങ്ങൾ തന്നാൽ എക്സംപ്ഷൻ ഉണ്ട്, നോൺ മെമ്പർമാർക്ക് തന്നാൽ TDS പിടിക്കണം പറയുന്നത്. അത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികളിലാണ്. ഇവിടെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് പ്രത്യേകം ഒരു വകുപ്പുണ്ട്. അത് 194A(3)(7)A. ഈ സെക്ഷനിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓർ ക്രെഡിറ്റഡ് ബൈ എ PACS എക്സംപ്റ്റഡ്. അപ്പൊ അതുകൊണ്ട് TDS സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് നേരത്തെയോ ഇല്ല ഇപ്പോഴും ഇല്ല.
ബട്ട് ഈ പുതിയ ഒരു അമെൻമെന്റ്, അതായത് പുതിയ ബഡ്ജറ്റിൽ വന്ന ഒരു വിഷയം വന്നിട്ടുണ്ട്. 50 കോടിയുടെ മുകളിലെ ടേൺ ഓവർ ഉള്ള ഏത് ഒരു കോപ്പറേറ്റീവ് സ്ഥാപനമായിരുന്നാലും അവർക്ക് ഒന്ന് TDS അപ്ലിക്കബിൾ ആണ്. 50 കോടിയുടെ മുകളിൽ ടേൺ ഓവർ ഉള്ള ഏത് ഒരു കോപ്പറേറ്റീവ് സ്ഥാപനമായിരുന്നാലും. അപ്പോൾ ഇപ്പോൾ പ്രശ്നം എന്താ പറഞ്ഞാൽ മെമ്പറോ നോൺ മെമ്പറോ ആരായിരുന്നാലും കുഴപ്പമില്ല. 50 കോടിയുടെ മുകളിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ കഴിഞ്ഞ വർഷം, അത് 2019-20 നിങ്ങളുടെ സ്ഥാപനത്തിൽ 50 കോടിയുടെ മുകളിൽ ടേൺ ഓവർ ഇരുന്നാൽ ഈ വർഷം നിങ്ങൾ എന്താ ചെയ്യുക? TDS പിടിക്കാൻ ബാധ്യസ്ഥരാകുന്നു. അപ്പോൾ ടേൺ ഓവർ പറഞ്ഞാൽ എന്താണ്? ടേൺ ഓവർ പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള സെയിൽസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള ഇൻട്രസ്റ്റും പിന്നെ മിസ്ലേനിയസ് ഇൻകം, ഇത് മൂന്നും നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ടേൺ ഓവർ. ഈ ടേൺ ഓവർ വന്ന് 50 കോടിയുടെ മുകളിൽ ഇരുന്നാൽ മാത്രമാണ് PACSകൾക്ക് വന്ന് ഇൻട്രസ്റ്റ് TDS ബാധ്യത. ജോൺ മാക്സ്വെൽ പറഞ്ഞ ഒരു കോട്ട് ആണ് ഇവിടെ പറയാൻ ഇഷ്ടപ്പെടുന്നത്. You don't overcome challenges by making them smaller, but you make yourself bigger എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആ പ്രതിസന്ധിയോട് നിങ്ങൾ ശണ്ടയിട്ടിട്ട് അത് നിങ്ങൾ ചെറുതാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങളെ സ്ട്രോങ് ആയിട്ട് മാറ്റണമെന്ന് പറയുന്നത്. അതാണ് ഞാൻ നിങ്ങൾ എല്ലാവർക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഈ സെക്ഷൻ 3യെ കുറിച്ചിട്ട് നമ്മൾ ഒന്ന് കൂടുതൽ ചർച്ച ചെയ്തിട്ട് ബാങ്ക് വന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനത്തെ വിഷയങ്ങളെ നിങ്ങൾ വന്ന് സ്ട്രെസ് ചെയ്തിട്ട് നിങ്ങൾ വന്ന് അതുകൊണ്ടാണ് കുറേ ചിലവുകളെയും സമയങ്ങളെയും നിങ്ങൾ ചിലവ് ചെയ്തതിന് പകരം നിങ്ങളുടെ സ്ഥാപനത്തെ നിങ്ങൾ സ്ട്രോങ് ആക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. നാളെ നമ്മളുടെ ബാങ്കിൽ പറഞ്ഞ ഐഡന്റിറ്റി നമ്മൾ ഒഴിവാക്കി പോയാലും നമുക്ക് കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് കാര്യങ്ങൾ എന്തെന്താ ചെയ്യാൻ പറ്റും അതുകുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഇന്ന ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ സെക്രട്ടറി ഞാൻ സംസാരിക്കുമ്പോൾ നാളെ വന്ന് ഫ്യൂച്ചറിൽ എങ്ങനെയാണ് നമ്മളുടെ ബാങ്കിന്റെ പേര് ഉണ്ടാകണം അങ്ങനെ എന്തോ ഒരു അഭിപ്രായം പറഞ്ഞിട്ടാണ്. അതായത് ABC സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിനും ഉള്ള ഒരു സൊസൈറ്റി നാളെ വന്ന് സൊസൈറ്റി ആയിട്ട് മാറിയാൽ ഇപ്പോൾ ABC സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നമുക്ക് ബോർഡിൽ ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ അത് നമുക്ക് വന്ന് ബ്രാൻഡിങ് പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ABC സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വന്ന് നമ്മൾ ചെറുതായിട്ട് ബോർഡിൽ കാണിച്ചിട്ട് അതിൻ്റെ താഴെ വലുതായിട്ട് വിത്തിൻ ബ്രാക്കറ്റിൽ വന്ന് ഫോർമലി ABC സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന് വലുതായിട്ട് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഒരു എന്താ പറയുക ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഇഷ്യൂ വന്ന് അവിടെ തന്നെ ഒഴിവാക്കുന്നു ഞാൻ വിചാരിക്കും. എൻ്റെ 21 വർഷത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നത്, കേരളത്തിലുള്ള സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഏത് പ്രതിസന്ധി വന്നാലും അവർ വന്ന് ഡൗൺ ആകാതെ ശരിക്കും നേരത്തെ ഇരുന്നതാകാട്ടിലും വലുതായിട്ടാണ് മാറിക്കൊണ്ടുവരുന്നത്. അത് വൈദ്യനാഥൻ കമ്മിറ്റിക്ക് ശേഷവും അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ പ്രശ്നത്തിന് ശേഷവും പിന്നെ പ്രകാശ് ബക്ഷീന്റെ റെക്കമെൻഡേഷന് ശേഷവും ഇങ്ങനെ പല ഘട്ടത്തിൽ വന്ന് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ തകർന്ന് താഴെ വീഴും വിചാരിക്കുമ്പോൾ ശരിക്കും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇപ്പം നോട്ട് വിരോധന സമയത്തിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ താഴെ വീഴും വിചാരിക്കുമ്പോൾ ശരിക്കും വന്ന് അതെക്കാളും വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോൾ മുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെയാണ് ഈ ബാങ്കിങ് റെഗുലേഷൻ ഓർഡിനൻസും വന്നിട്ടുണ്ട്. ഇതും സർവീസ് ബാങ്കുകൾക്ക് വന്ന് ഒരു വലിയൊരു വിഷയമില്ല. ഈ പ്രശ്നവും ഈ ബാങ്കിങ്ങിന്റെ പ്രശ്നവും നിങ്ങൾ ശരിയാക്കി നിങ്ങൾക്ക് വന്ന് വലുതായിട്ട് നിങ്ങൾ മാറുന്ന എന്താ ഒരു അഭിപ്രായമാണ്. അങ്ങനെ മാറട്ടെ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു സർവീസ് ബാങ്കായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗത്തിൽ നിർത്തുന്നു. നന്ദി.